അടുപ്പിൻ്റെ മൂലയ്ക്ക് കൊട്ടയിലിരുന്ന് മൂന്നാല് ഉണക്കമീൻ അങ്ങ് എടുത്തു. ഇവനാണ് കുട്ടൻ. ഞങ്ങളിതിനെ കുട്ടൻ എന്ന് പറയും. ഇതൊരു മാങ്ങ ഉണക്കമീൻ കറിയാണ്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിവെച്ചു. അരപ്പിന് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളി അല്ലെങ്കിൽ ചെറിയ കഷ്ണം സവോളയും കൂടി എടുത്തു. മാങ്ങ നീളത്തിലരിഞ്ഞ് കൂടത്തിൽ നമ്മുടെ ഉണക്കമീൻ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ഇട്ട് അരപ്പ് വിട്ടു. ഇനി ഇത്തിരി മഞ്ഞൾ പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി ഉലുവാപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. ഇതുവരെ നമ്മൾ അടുപ്പത്ത് വെച്ചില്ല. ഇനിയിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കിയിട്ട് അങ്ങ് അടുപ്പത്തോട്ട് വെക്കാം. അവിടെ ഇരിക്കട്ടെ, ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അടപ്പ് കൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കി. ഉപ്പ് ആവശ്യത്തിനുണ്ട്. പക്ഷേ എൻ്റെ മാങ്ങയ്ക്ക് ഇത്തിരി പുളി കുറവായതിനാൽ 2 കുടംപുളിയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചു. ഒരു മിനിറ്റ് കൂടെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല അടിപൊളി മാങ്ങയിട്ട് ഉണക്കമീൻ കറി. 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കൂട്ടം കറിയുമായി വീണ്ടും വരുമ്പം കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കപ്പയുടെ കൂടെ ആണെങ്കിലും ഇനിയിപ്പോൾ ഇത്തിരി ചക്കയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണക്കമീൻ മാങ്ങ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഉണക്കമീൻ കറി.